ഇപ്പം നമ്മൾ നേരെ പോകണം ഉണ്ണിയാൾ ബീച്ചാട്ടോ. എനിക്ക് ഇവിടുന്ന് ഉണ്ണിയാൾ ബീച്ചിലേക്ക് പോകാനുള്ള കിലോമീറ്റർ വെച്ച് കാണുന്നുണ്ട് 19 കേട്ടോ. 19 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എനിക്ക് പോയി കാണുന്നുണ്ട്. നേരെ ഉണ്ണിയാൾ ബീച്ച് എത്താം. ഉണ്ണിയാൾ ബീച്ച് താന്നൂരൊക്കെ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ണിയാൾ ബീച്ചിലേക്ക് പോകാം. ഉണ്ണിയാൾ ബീച്ചത്തെ കാര്യമായിട്ടുള്ളതെന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ റോട്ടും കൂടെ ബൈക്കായിട്ട് പോകാൻ, ആ കടലും കണ്ട് ഇങ്ങനെ പോകാൻ കുറച്ച് ലോങ് ഉണ്ട്. അങ്ങനെ പോകാൻ വേറെ ലെവൽ തന്നെ കേട്ടോ. വേറെ ലെവൽ വെച്ചാൽ അത്യാവശ്യം നല്ല അടിപൊളിയാണ്. സൈഡിൽ തെങ്ങി ഇപ്പുറത്ത് ബീച്ച് അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അങ്ങനെ എന്തായാലും ഞാൻ കാണിച്ചു തരട്ടോ. അത്യാവശ്യം നല്ലൊരു ബീച്ചും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഉണ്ണിയാൾ ബീച്ചിലേക്ക് പോകാം. ഉണ്ണിയാൾ ബീച്ചിൽ കാണാം നമുക്ക്. നമ്മളിവിടെ ഉണ്ണിയാൾ ബീച്ച് എത്തിട്ടാ. ഈ കാണുന്ന റോഡ് കുറച്ചും കൂടി മുമ്പ് കണ്ട് പോയി കാണുന്നുണ്ടെങ്കിൽ കടലാണ് മറ്റേ നമുക്ക്. ഈ സൈഡിൽ കാണുന്ന തോടിന്റെ അടുത്ത് ഒരു ഫുട്പാത്ത് ഉണ്ട് കേട്ടോ. സർക്കാർ ഉണ്ടാക്കിയ ഫുട്പാത്തും കാര്യങ്ങളാണ്. അവിടേക്ക് പോയേക്കാം നമുക്ക് ആദ്യം. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പറഞ്ഞില്ല, ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ തെങ്ങാളും കണ്ടുകാണ്ട് വണ്ടി ഓട്ടാൻ പറ്റിയ ഒരു റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പറഞ്ഞ റോഡാണ് ഇട്ടത്. ഈ റോഡ് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ട് പോയി കാണുന്നുണ്ട്. ഒരു ജംഗ്ഷനും കാര്യങ്ങളൊക്കെ എത്തിട്ടോ. ആ ഒരു ജംഗ്ഷന്റെ അവിടെയാണ് ഈ ഉണ്ണിയാൾ ബീച്ചും കാര്യങ്ങളൊക്കെ കാണാൻ വരുന്നവർ കൂടുതൽ ഉണ്ടാവില്ല കേട്ടോ. ആ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആ ജംഗ്ഷൻ വരെ പോയിട്ടുള്ളൂ ഇതുവരെ ആയിട്ട് വന്നിട്ടു. ഇന്നെന്തായാലും നമ്മൾ ആ ജംഗ്ഷനും കഴിഞ്ഞിട്ട് ഈ റോഡിന്റെ എന്റെ അവിടെയാണ് അവിടം വരെ പോകട്ടെ നമ്മള്. പിന്നെ ഈ റോഡ് വളഞ്ഞുകൊണ്ട് വേറെ അങ്ങാടിക്കൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അല്ലാതെ ഈ കടലിന്റെ സൈഡിൽ കൂടെ ഈ റോഡ് ഓടും വരെ പോകുന്നുണ്ട്, എത്ര കിലോമീറ്റർ പോകുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ട്രിപ്പ് മോഡിൽ ഇട്ടുകാണ്ട് നോക്കട്ടെ വണ്ടിമില്. നമുക്ക് എന്തായാലും ഇതിന്റെ എൻഡ് വരെ പോയി നോക്കാൻ. അതുവരെ പോയിട്ട് ഞാൻ ഈ ഒരു റോഡ് 2 കിലോമീറ്റർ പോയിക്കാണ്ടുള്ള ആ ജംഗ്ഷന്റെ അവിടെ വരെ പോയിട്ടുള്ളൂ കേട്ടോ. നമ്മളെന്തായാലും ആ ജംഗ്ഷനും കഴിഞ്ഞിട്ട് ഈ റോഡിന്റെ എൻഡ് വരെ നമ്മൾ പോട്ടെന്ന്. ഇതൊക്കെ ഉണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു തോടിന്റെ സൈഡിലത്തെ ഫുട്പാത്തും കാര്യങ്ങളൊക്കെ അവിടേക്ക് കയറുന്ന ആ ഒരു ഭാഗം കാര്യങ്ങളൊക്കെ കണ്ടാ. ഇത് ടിക്കറ്റ് കൗണ്ടർ ആണോ അല്ലെങ്കിൽ സെക്യൂരിറ്റിന്റെ ആ ഒരു ഏരിയ ആണെന്ന് അറിയാം. ഇതിപ്പോ ഓപ്പൺ ആയിട്ട് ചെയ്യാം. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് കയറാനും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റൂട്ടോ. ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. കാര്യമായിട്ട് എന്താണെന്ന് അറിയാം. എന്തായാലും ഇവിടെ ഒരു ഫുട്പാത്തും കാര്യങ്ങളും ഉണ്ട്. പിന്നെ സൈഡിൽ ഒരു തോടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ മീൻ വളർത്തലാണോ അല്ലെങ്കിൽ ചാടി കുളിച്ചലാണോ എന്നൊന്നും അറിയാം. എന്തായാലും ഒരു തോടും പിന്നെ അതുപോലെ തന്നെ ഒരു ഫുട്പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ കണ്ടത്. ഈ ഒരു ഏരിയന്റെ ഫുൾ വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. സംഭവം ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു ആംബിയൻസ് കേട്ടോ. നമുക്ക് ഇനി ഇവിടുന്ന് തിരിച്ചുകൊണ്ട് നേരെ ഇവിടെ തന്നെ ഒരു ബീച്ചിൽ ഇറങ്ങാൻ പറ്റിയൊരു വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഞാൻ 2 കിലോമീറ്റർ പോയിക്കാണ്ടുള്ള ആ ഒരു ജംഗ്ഷന്റെ അവിടെയുള്ള ബീച്ചും കാര്യങ്ങളല്ല, ഇവിടെ തന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങി കണ്ടതിന്റെ ശേഷം നമുക്ക് നേരെ 2 കിലോമീറ്റർ ഈ റോഡ് കൂടെ പോയിക്കാണ്ട് ആ ജംഗ്ഷന്റെ അവിടെ ഈ ബീച്ച് കാണട്ടെ. നമുക്ക് ആദ്യം ഇവിടെ കാണാൻ എന്നിട്ട് അങ്ങോട്ട് പോവാം. ഇവിടെ ഈ ഉച്ച ടൈം ആയിട്ട് തോന്നുന്നു ആൾ കുറവാണ് കേട്ടോ. നല്ല ആളുണ്ടേനും. പിന്നെ വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഇന്ന് ഞായറാഴ്ചയും കൂടി ഉണ്ട്. നല്ല അത്യാവശ്യം ആളും കാര്യങ്ങളൊക്കെ ആവും. കുറച്ചു നേരം കൂടി നിന്ന് കാണുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഉച്ച ടൈമിലാട്ടോ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ നിൽക്കുന്നിടത്ത് ഫുൾ വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊടുക്കുന്നത്. നമുക്ക് നേരെ ആ ലാസ്റ്റിക്കാണ് പോകുള്ളത്. ഇതിൽ കൂടെ എല്ലാ റോട്ടും കൂടെ ലാസ്റ്റിക്കാണ് പോകുള്ളത് കേട്ടോ. നേരെ അങ്ങോട്ടാണ് പോകുള്ളത്. ഇവിടുന്ന് നോക്കി കാണുന്നുണ്ട് അവിടുത്തെ വ്യൂ പോലും കാണാൻ പറ്റും കേട്ടോ. കാരണം എന്താ വെച്ച് കാണുന്നുണ്ട് 2 കിലോമീറ്റർ ലോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുന്ന് നോക്കി അതിന്റെ പൊടി പോലും കാണാൻ പറ്റും നമുക്ക്. പിന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വെച്ച് കാണുന്നുണ്ടെങ്കിൽ തെങ്ങും കടലൊക്കെ തന്നെ. പിന്നെ അതേപോലെ തന്നെ ബാക്കിലും കാര്യമായിട്ട് കാണാനുള്ളത് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് നേരെ കാര്യമായിട്ട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആ ജംഗ്ഷന്റെ അങ്ങോട്ട് പോട്ടാ. 2 കിലോമീറ്ററോളം സഞ്ചരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ ആ ജംഗ്ഷന്റെ അവിടെ എത്തിയിട്ടാ. ഏകദേശം ഇപ്പൊ ടൈം 1:15 ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഈ 1:15 തന്നെ ഇട്ടപ്പെടാം. നമുക്ക് നേരെ അറ്റത്ത് കണ്ടിട്ട് പോകലേ. ആ അറ്റത്ത് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഈ അറ്റത്തേക്ക് റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് വിചാരിച്ചത്. കാരണം എന്താ വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഇവിടെ ഈ ഉണ്ണിയാൾ ബീച്ച് കാണാൻ വന്നോടത്തോളം ഞാൻ ഇവിടെ വരെ വന്നിട്ടുള്ളൂ. ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചെന്നില്ല ഒരു സ്ഥലം. അവിടുന്ന് നേരെ 2 കിലോമീറ്റർ വന്ന് കാണുന്നുണ്ട്. ഇവിടുത്തെ ഇനി ഈ റോഡിന്റെ ബാക്കി തന്നെ ഈ കടലിന്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ആ റോഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ മുമ്പ് ഇവിടുത്തെ ഫുൾ വ്യൂ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഫുൾ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഞാൻ ആ റോഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നേരെ മുമ്പിലുള്ള ഈ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പോകുന്നത്. നമ്മളെന്തായാലും വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഈ റോഡിന്റെ എൻഡും കാര്യങ്ങളൊക്കെ തപ്പാട്ടോ. ഞാൻ ഇപ്പൊ നിൽക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആട്ടോ. അതായത് ഈ സൈഡിലാണ് നമുക്ക് പോകുള്ളത് കേട്ടോ. നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ആയിക്കണം. ഇനി എത്ര കിലോമീറ്റർ പോകുന്നുണ്ടെന്ന് അറിയാനും വേണ്ടി വണ്ടിന്റെ മീറ്റർ മീൽ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ 0 ആക്കി വെച്ചിട്ടുണ്ട്. നമ്മള് നമുക്കണ്ട് പോയേക്കാം. ഞാൻ ഇവിടെ 1 കിലോമീറ്റർ 300 മീറ്റർ വന്നപ്പോൾ ഈ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കടൽ സൈഡിൽ തന്നെ ഈ റോഡും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉള്ളത്. നമുക്ക് എന്തായാലും ഇനിയും പോയി നോക്കാം. ഞാൻ മാപ്പും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കേട്ടോ. അതിന്റെ എവിടെയാണോ അത് എൻഡും കാര്യങ്ങളാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അങ്ങാടി കയറാണോ അല്ലെങ്കിൽ ഈ കടൽ സൈഡിൽ നിന്ന് മാറിക്കാണ്ട് ഏതെങ്കിലും ഒക്കെ റൂട്ട് കയറാണോ എന്നൊന്നും ഞാൻ ഗൂഗിൾ മാപ്പിലൊന്നും നോക്കിയിട്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇനിയും പോയേക്കാം. 2 കിലോമീറ്റർ 300 മീറ്റർ ആയപ്പോൾ കടൽ സൈഡ് ടച്ചും കാര്യങ്ങളൊന്നും വിട്ടിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ സ്ഥലത്താണ് ഉള്ളത്. നമുക്ക് ഇനിയും പോയേക്കട്ടോ. ഏകദേശം 2 കിലോമീറ്റർ 400 മീറ്റർ ആയപ്പോൾ തന്നെ ഈ റോഡിന്റെ എൻഡും കാര്യങ്ങളൊക്കെ ആയിക്കിട്ടാ. ഇനി അങ്ങോട്ട് റോഡും കാര്യങ്ങളൊന്നും ഇല്ലാന്നാണ് ഓല് പറഞ്ഞത് കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ ഒരു ചെറിയ ബയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടേക്ക് വണ്ടി ഇറക്കി കാണുന്നുണ്ട്. ആകെ പണിയോ പോയും കാര്യങ്ങളൊക്കെ ആയണ്ടിട്ടോ. എന്തായാലും ഇത്രയും വന്ന സ്ഥിതിക്ക് നമ്മൾ ഇവിടുത്തെ കടലിന്റെ സൈഡത്തെ വ്യൂ കാര്യങ്ങളൊക്കെ കാണാനും വേണ്ടി ഇറങ്ങിയത് കേട്ടോ ഇവിടെ. അപ്പൊ ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എത്ര ഉള്ളൂ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ.